ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ ഹലോ മോഹനേട്ടാ. ഒരു പോണ്ടില്ലേ. ഹലോ ആളാരാണ്? മോഹൻ. സ്ഥലം? കുറച്ച് ദൂരെ. ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് പണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്മക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാശിന് നുമ്മ പണി. കയ്യാ കാല. കയ്യാണെ പണി ഈസിയാ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കപൂർ സൈസ് കൊട്ടേഷനും നുമ്മ അറ്റൻഡ് ചെയ്യും. ഞാൻ സ്കീമാണല്ലേ? എന്താടാ പോലീസാണാ? അല്ല, എനിക്കൊരു ചാൻസ് വയ്ക്കാൻ എന്താണിത്? സിനിമ അല്ല. ഉസ്തല്ലേ? കളി നുമ്പക്കട കോട്ടില് വേണ്ട. ഞാൻ കളിയായിട്ട് ചോദിച്ചതല്ല. എണീക്കടാ. ഞാൻ നിങ്ങളോട് ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ. ആലമ്പ് സിനിമ പേര് പറഞ്ഞ് കളിക്കണ. അല്ല, ഞാൻ ശരിക്കും ഇവിടെ പടിയായിക്കടാ. കണ്ടപ്പാ. ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ 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 മോഹനേട്ടാ. ഒന്നുമില്ല. എന്താ മോഹനേട്ടാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ തിരക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെച്ചോ. എന്തോ കേട്ടില്ല. ഇനി ഒന്നരാരെങ്കിലും ഉമ്മാക്ക് പറക്കാത്തെങ്കിലും പന്നിയുടെ മോന്മാര് ജയിലിൽ കിടന്ന് വണ്ടിപ്പെട്ട സാജി പണ്ടാറൊടുക്കി പോയെന്ന് വിചാരിച്ചോടാ. ഞാൻ തിരിച്ചു വന്നടാ. എല്ലാ നാടുകളും കേൾക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കുറെ പൊളിരന്മാരുണ്ടല്ല, അവന്മാരുടെ എങ്ങാനും നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട ഓക്കത്തിന്റെ കൊടരുത ദിങ്ങനെ 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 വലിച്ചെടുത്ത് പോട്ടിക്കലുണ്ടാക്കും ഈ ഷാജി. ഈ ഡെൻവറാശാലിന്റെ ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കണ സകല ഡാഷുകളും കേൾക്കാനാ പറയണത്. കണ്ണൂർ, വെയ്യൂർ, തിരുവനന്തപുരം കേരളത്തിലെ 3 സെൻട്രൽ ജയിലും ഡെൻവറാശാലിന് തറവാട് പോലെയാണ്.
നമ്മുടെ ഏരിയക്കാർ വർക്ക് പിടിച്ച പാമ്പൂർ സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും 8ന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. ഷാജി അണ്ണൻ അന്തരീ പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കായിരുന്നടാ അമ്മായി ഡിയറുകളെ. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്ന് അരികേല ഈ വടിവാൾ പ്രാചീനെ. ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ. ഒട്ടനിത്ര ഡയലോഗോ മതി. വാടപ്പാ വാടപ്പേ. ഷാജി ഇല്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ ഡെൻവറാസൻ ബ്രാഞ്ചിങ് കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്നാ പെറ്റ് വീണപ്പോ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണിച്ച കേടികളാടും. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നണ്ടല്ലോ. ഇതൊരു കബൂർ സ്ഥലമാണ് മച്ചാനെ. കളങ്കലിയൊക്കെ കളങ്കലിയൊക്കെ. ഹലോ ഹലോ മോഹനേട്ടാ, നേരത്തെ എന്താ പറ്റിയേ? ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അത് ഇവിടെ തിരക്കായിരുന്നു. റോളിന്റെ കാര്യം എന്തേലും ആയോ? ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്നും പറയാറായില്ലേ? ഉടനെ തീരുമാനമാവും. പിന്നെ നീ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉണ്ണിയുടെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും. നീ അവനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ സാവിത്രി. ഇവിടത്തെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേറൊരു ലോകമാ മോഹനേട്ടാ. അത് ഇടീ, ഇത് നമ്മുടെ ലോകമല്ല, സിനിമയാ സിനിമ. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. എന്താടാ പന്നി, കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആക്രാന്തിച്ച് പോകുക ആശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും. കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലൈവറുകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ Watching the show, keeping them up,
ഈ ബായി ഉണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്ന്. ചേരാനും ചടപ്പ ഇത് സ്കൂളാ. എന്റെ ഷായി എന്ന ഈ ബായി അല്ല, ഈ ബായി ബോംബെയിലായിരുന്നു. മുമ്പെന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി ഷായി എന്നെ കാര്യം. വെട്ടൊന്നും മുറി 2, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടകയ്ക്ക് കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്, ആശാൻ ഇങ്ങനെ വന്നേ. ഷായണ്ണ, എനിക്ക് ഷായണ്ണ, എനിക്ക് ഷർട്ട് എങ്ങി വരാപ്പ. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറെ കുരിശല്ല, പൊന്നും കുരിശാൻ ഷായണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കി സിഗരറ്റ് കളിക്കുന്നത്? എന്തോ കേസിൽപ്പെട്ട് അവിടുന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീട്ടിറക്കി ഒരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജി ഒറ്റക്കോ ചേടാപ്പ. കണ്ണൂർ വെയ്യോര് ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി ഷായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3.5 നടന്നാ പിന്നെ ഡോൾബി ചുമൻ DTS കുറയല്ലേ? ചുമയും കുറയും. ചത്തുപോയ നിന്റെ തന്റെ എസ്തമാരാടാ കഴിവരടാ പോലെ. ഇത് ടിവിയുടെ അസുഖണ്ടാ. TV അല്ലടാപ്പ, TV. നല്ല മഞ്ഞ കളർ TV ആണല്ല. TV മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി, ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വെറുതെ വാലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. ഡെൻവർ ആശാൻ. ബോംബെയില് ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത നിലയാ. ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുമല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നും. ഡെൻവർ ആശാനെന്ന് കേട്ട ഏത് ഏരിയയിലെ പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് ഷാജേ മോനെ, ഇത് നമുക്ക് നഷ്ടമുണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നുന്നത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അന്നം വന്നിട്ട് ആഴ്ച 3 ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല.
ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിലും മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ നോക്കിക്കോ. അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് കൊടുക്കണം. നമുക്കെന്ന പ്ലാനാണ് ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ സായണ്ണ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങാട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്തെ മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണം അറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവരെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ബായ്. അത് ശരി, എല്ലാവരും കൂടെ സിംഗിൾ ഡാൻസ് കളിക്കണോ സാറ്? വിനോദാടാ ഞാനാ? നീയാണാ ഷായി? പിടിച്ചാടാ മോനെ. മോനെ ചോദിക്കട്ടെ മോനെ ബിനോജെ, നിന്നെ ബോട്ടറി പഠിക്കാനല്ലേ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പറഞ്ഞേക്കണത്? പിന്നെ എന്തിനാടാ മോനെ നീ ആ കുഞ്ഞച്ചൻ സാറിന്റെ മോളുടെ സൂളജ് നോക്കാൻ പോണത്? മോനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും. അയ്യാ ഭീഷണിയാ, ചീനയുടെ തന്തപ്പിടി പറഞ്ഞു വിട്ടതാ. ഞങ്ങളങ്ങ് പേടിച്ചു പോയി കേട്ടോ. നമ്പർ 1 പൊക്കോട്ടെ. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാളോ ഷാജി? സ്ഥല SIയോ? അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നിനെയൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞു വിടറാ. ഗുണ്ടയിടന്ന് പറഞ്ഞു വിടറാ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏത് പന്നിയ കോളേജിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കസേരയിട്ടേക്കണം. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നീടെ നട്ടലിന്റെ ടവർ ബോൾട്ട് പിടിക്കുന്നതിനൊന്നും ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത് ഷായി, ഷായി. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. ഇതിങ്ങനെയാണ്. എന്നെ കൊലപാതകയാക്കരുത് പറഞ്ഞേക്കാം.
പെങ്ങാമാരെ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോട്ടെ. താങ്ക് യു. കൊല്ലല്ലേ ബോംബേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഹലോ ഹലോ മോഹനേട്ടാ, എന്താ കിതക്കുന്നത്? ഓടുവാണോ? എടി ഞാനിവിടെ എക്സസൈസ് ചെയ്യുവാടി. ചെയ്യാത്ത പണിയൊക്കെ ചെയ്ത് വല്ലതും വരുത്തി വെക്കരുത് കേട്ടോ. ഇത് റിഹേഴ്സൽ അല്ലേ? നീ ഫോൺ വെച്ചോ. എപ്പോ വിളിച്ചാലും ഈ ഒച്ചയും ബഹളവും. അത്യാവശ്യ കാര്യങ്ങൾ പറയാനല്ലേ വിളിക്കുന്നത്? പിന്നെ അടുത്ത ആഴ്ച ടൂറിന് പോകുന്നത്. ഓ മോശം. എന്റെ മധ്യപരമ്പര ദൈവങ്ങളെ, ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ലോടാ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറി ഉണക്കാനായിട്ടാണ്. എന്തിന്റെ? ആത്മാവിന്റെ. ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ആശാന് ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഓ ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ഒരു കിടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ ഏത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. പോക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു ഇടി. ഞാനൊരു ലേഡീസ് ആകാനത് ഭാഗ്യം. അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയതിന്. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിയിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾ പ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്? ആകെയുള്ളത് പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്. അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാ വടക്കം വീരഗാഥ സിനിമ. ആള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കുത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അധോലോകത്തിലേക്ക് തന്നെ പോയാ. ഞാനെന്നെ പറഞ്ഞില്ലേ ആ പന്നി ഉടായിപ്പാണ്. ഏയ് അങ്ങനെ വരുവാ. എത്തിയല്ല. എവിടെ പോയേക്കണേന്ന്? സുഖം തന്നെയാണല്ല. ആശാന പന്നിയെടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ ഒരു കോപം പറയണ്ടടാ. ദൈവനെ കൊല്ലണ്ടത് പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. ഷാജി കാര്യം അറിയാതെ കണകുണ വർത്താനം പറയുന്നോട്ടോ. ആ ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിന് അടി കിടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറുകൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആശാന ദൈവന്റെ ഡയലോഗ് കേട്ടില്ലെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടട്ടാ. വരട്ടൂറിയായിരിക്കും. പിന്നെ ഒരു കേറ്റുകാരൻ വന്നിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടി കുഴച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ആശാൻ അവനോട് വായിട്ടലക്കായിരിക്കാൻ പറയാം. കുഴപ്പം എവിടെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ പറഞ്ഞാല് ഇയാളെ സ്കൂള് മാഷ ഒരു അധോലോകക്കാരൻ വന്നേക്കണ്. ആഞ്ഞു തുപ്പാതടാ. അടികൊണ്ട് ആടി നിക്കണ പല്ല് തെറിച്ചു. ചവിട്ട് കൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കര ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേക്കണാക്കണാണ്ടേ. അത്രയും പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. ആർക്ക്? രജനീകാന്തിന്. എന്റെ ആശാനെ, അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അധോലോകക്കാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ, ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി. കൊച്ചി കിട്ടുന്ന അടിക്കകത്ത് വിറ്റാമിനും പ്രോട്ടീനും ഒന്നുമില്ലല്ലോ. അടിയിന്ന് എഴുതി കാണിക്കണതിന് മുമ്പ് പേടിച്ചോടി മിടുക്കണതിന്റെ കാര്യമൊന്നുമില്ലടാ ഷാജിക്ക്. ബുദ്ധിയുള്ളവരുടെ കാര്യമോ പറഞ്ഞു. പാണ്ടിലോറി പാഞ്ഞൊരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസില് പിടിച്ച് നിൽക്കും. ഗതി ഇതായിരിക്കും.
താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. എന്നുവെച്ചാ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതോലോത്ത് ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പടി വരട്ടെ, നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്. മേ വരുമ്പോ ഹേ അല്ല ഹും വെക്കണം. തും വെച്ചാലോ? ഓ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം. ഒരു തൂവൽ സ്പർശം. സാറിന് ഓർമ്മയുണ്ടോ സാർ? സാർ ഞാൻ മോഹനാണ് സാർ. അയ്യോ സാർ, ഞാൻ ഗുണ്ടയല്ല, ഞാൻ സ്കൂൾ മാഷാണ് സാർ. സാർ ഞാനന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ, ആ മോഹനാണ് സാർ ഞാൻ. ആശാനേ, അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ്. ആശാന്റെ പുരാണ ഗജാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ. ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ പണ്ട് ഈ കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്നാ പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകുമായിരുന്നു. പറഞ്ഞാ ഇന്നാരും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളെയും വാലിച്ച് നടക്കണം നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പടി പിടിച്ചവരൊക്കെ ബെഡാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനെന്താ ഒരുമാതിരി സെന്റി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരന്റെ ആശാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കാൻ ചെയ്യും. എലക്ഷന് നിക്കണാനേല് ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാരി. നാളെ കൊച്ചിയിലെ മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്ത നോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുവൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലടാവേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില എടുക്കാത്ത നോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്?
പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണം നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂര് വളിവിട്ട അഞ്ഞൂറ് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കണമെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാ. ആ നിങ്ങൾക്ക് വിലയിടാനുള്ള നോട്ട് ഒരു കപടത്തിനും അടിക്കാൻ പറ്റൂല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. എന്താ ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരൊരു ദണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടാ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ് കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു പിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ആ സത്യം. ആ അത് കെടുത്തിയത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? അതെ, ഇതെങ്ങനെ ഇവിടെ? അത് ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുമക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്നറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അത് മേടിച്ചോണ്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട്. അവന്റെ കാര്യം ഇവിടെ പറയണ്ടേട്ടാ. ഒടുക്കത്ത് ചാടിയണ പന്നിക്ക്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ? സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത് പാട്ടപ്പിച്ചളായിരുന്നു. കള്ളം ചേർക്കട്ടെ.